ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെ അല്ലേ? നമുക്ക് മിഞ്ഞാന്ന് എൻ്റെ ബ്രദറിൻ്റെ കുട്ടീൻ്റെ നിക്കാഹായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത്. പിന്നെ പരിപാടിയൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നിക്കാഹാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞ് ചെക്കനൊക്കെ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ അവർ അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടികളൊക്കെ കേട്ടോ. പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ നിക്കാഹ് കഴിഞ്ഞ് മഹർ കൈമാറുകയാണ് കേട്ടോ. ചെക്കനാണ് എൻ്റെ ബ്രദറിന് മഹർ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരവിടുന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നിക്കാഹ് കഴിഞ്ഞിട്ട് അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെണ്ണിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വന്നിട്ട് അമ്മായിൻ്റെ മകൻ്റെ കുട്ടികളാണ് മറ്റേ 2 കുട്ടികളും. അപ്പോൾ അവരൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ തിരക്കാവണതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മേലെ കയറാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ മേലെ കയറിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മൂത്തന്മാരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ടൈമൊക്കെ ആയപ്പോഴത്തേന് ചെക്കനൊക്കെ വന്നു. അങ്ങനെ എല്ലാവരും ചെക്കൻ വന്ന് ചെക്കൻ അങ്ങനെ സ്റ്റേജിൽ കയറാട്ടോ ചെയ്തത്. ഇതാ അത് മൂത്താപ്പയാണ്, ഉപ്പാൻ്റെ ജ്യേഷ്ഠനാണ്. പിന്നെ ഇതാ ചെക്കൻ വന്ന വണ്ടിയാണ് കേട്ടോ ഇത്. അവൻ വന്നിട്ട് അവനങ്ങനെ നേരെ സ്റ്റേജിലേക്ക് പോവുക ചെയ്ത്. പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മഹർ ചാർത്തലും എല്ലാതും കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഓല് ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പത്തിന് വന്നവരെല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെക്കൻ വരുമ്പോൾ നല്ല കൈമുട്ടി പാട്ടും കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ചെക്കൻ അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. പിന്നെ പെണ്ണിനെ അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പെണ്ണിനെയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതാ അവർ കൊടുന്ന ഡ്രസ്സും മിഠായിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ അവരുടെ അടുത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ചെക്കൻ്റെ പെങ്ങളും പിന്നെ അവൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളോ അങ്ങനെ ആരൊക്കെയാണ് അവരൊക്കെ സാധനം കൊണ്ടൊക്കെ ഇങ്ങനെ വരികയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ ഇവിടെ ഉള്ളവരൊക്കെ പാടെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു കേട്ടോ. എന്താ നമ്മളിവിടുന്ന് സ്റ്റേജിലേക്ക് പെണ്ണിനെ കൊണ്ടുപോവുകയാണ്. ലൈറ്റിൻ്റെ പ്രശ്നം കാരണം വീഡിയോ എടുത്തൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. അവിടുന്ന് ഇങ്ങനെയുള്ള ലൈറ്റ് നേരെ മുഖത്തേക്കായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഇവർ നല്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ, മഹറൊക്കെ ചാർത്താനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പെണ്ണ് പോയി. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറ്റിയിട്ട് പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടാണ് പിന്നെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇതാ അവളെ അനിയത്തിമാരും അവളുടെ മകളും ഒക്കെയാണ് ഈ പോണത്. അവർ 3 പെൺകുട്ടികളാണ് കേട്ടോ. അതിലെ മൂത്ത കുട്ടിയാണത്. മൂത്ത കുട്ടീൻ്റെയാണ് ഈ നിക്കാഹ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൈകൊട്ടിപ്പാട്ടൊക്കെ പാടി അങ്ങനെ പുതിയണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പെണ്ണിനെയൊക്കെ സ്റ്റേജിലൊക്കെ കയറ്റി പിന്നെ ഒരു ഡ്രസ്സ് മാറാൻ കൊണ്ടുപോയി. ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ കുറേ നേരം വൈകിട്ടോ. ഇപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ ചെക്കൻ വന്നപ്പോൾ തന്നെ ഏകദേശം 2 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് ടൈമായി. അപ്പോൾ പിന്നെ എന്തോ ഒരു ഫുഡ് കഴിക്കാനൊക്കെ നേരം വൈകാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ചെക്കനും പെണ്ണും കൂടി അവർ തന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഫാമിലിയൊക്കെ പാടെ ഒന്നിച്ച് കൂടിയതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഈ നിക്കാഹിന് ഫാമിലി ഒന്നിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അത്യാവശ്യം ഉള്ള ആൾക്കാരെല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ബ്രദർമാരാണ് കേട്ടോ, മൂത്താപ്പാൻ്റെ മക്കളാണ്. ഇപ്പോൾ മൂത്താപ്പാൻ്റെ മോൻ്റെ കുട്ടീൻ്റെ തന്നെയാണ് നിക്കാഹുള്ളത്. അപ്പോൾ അവരൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ, ചെക്കൻ്റെ കൂടെ നിന്നിട്ട്. പിന്നെ ഇത് പെണ്ണിൻ്റെ അനിയത്തിമാരാണ്. പിന്നെ രണ്ട് അനിയത്തിമാരാണിത് കേട്ടോ, ഓളെ 2 അനിയത്തിമാരാണിത്. നമ്മളിങ്ങനെ കല്യാണം നിക്കാഹ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച്
കാണുന്നതല്ലേ. നമ്മൾ കുറേ കാലം കൂടിയിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞോലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആകുമ്പോൾ എപ്പോഴും ഒന്നും വീട്ടിൽ വരുമ്പോഴൊന്നും എല്ലാവരും കാണൂലല്ലോ. ഇതിപ്പോൾ പെണ്ണിനെ അവർ അങ്ങോട്ട് കൊണ്ടുപോകണത് അവർ ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ. അവർ മാറ്റിയ ഡ്രസ്സിൽ അവർ കൊണ്ടുപോവുകയാണ് പെണ്ണിനെ. അങ്ങനെ പിന്നെ മഹർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓന് മഹർ കെട്ടി കൊടുക്കുന്നുണ്ട്, പിന്നെ ഓൻ്റെ ഉമ്മ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഒത്തുകൂടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പരിപാടി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടികളെല്ലാം കഴിയുന്നത് വരെ ഞങ്ങളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിക്കണം കേട്ടോ. ഇനി പെണ്ണിനെ സ്റ്റേജിൽ കയറ്റി ആ മഹറും കൂടി ചാർത്തൽ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ചെക്കൻ വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് ടൈമായില്ലേ, ഭക്ഷണം കഴിക്കാൻ നേരം വൈകും എന്നൊക്കെ പറഞ്ഞിട്ടേ 3:30 ആയി. അവരെന്തായാലും സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനൊക്കെ വന്നപ്പോൾ അവർ കുറേ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ അവളവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ ഇങ്ങനെ കല്യാണ പെണ്ണിനും ചെക്കനൊക്കെ കാണുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അവളെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ടും ഇതായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് മഹർ അവർ കൊടുന്നിട്ടുള്ളത്. ഇനി മഹർ ചാർത്തി കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ കാണുന്നത്. അവന് മഹർ ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾക്ക്. പിന്നെ മറ്റേ മാല അവൻ്റെ ഉമ്മയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മഹർ കെട്ടി കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ മഹറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓൻ്റെ ഉമ്മയാണ് കേട്ടോ അവൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഇനി ഓൻ്റെ ഉമ്മ മറ്റേ മാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഓരോ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസുകൾ ഫാമിലി ഫോട്ടോസുകൾ എടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഫോട്ടോത്തിൻ്റെ അവരെ നടുക്കിരിക്കുന്നത് എൻ്റെ മൂത്തമ്മയാണ്. അത് പെണ്ണിൻ്റെ ഉപ്പാൻ്റെ ഉമ്മയാണ് കേട്ടോ. പിന്നെ ഇത് അവളെ ഉമ്മ അവളെ ഉപ്പിയാണ് കേട്ടോ. അവളെ ഉമ്മയും അവളെ ഉപ്പിയാണ് ഇരിക്കണത്. പിന്നെ ഇനി അവളെ അനിയത്തിമാരും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫോട്ടോസ് എടുത്തേക്കാണ്. പിന്നെ ഉപ്പാൻ്റെ അനിയനാണ് അടുത്തത് കാണുന്നത്. ഇത് അനിയനും അനിയൻ്റെ കുട്ടികളുമാണ് കേട്ടോ. അവളാപ്പിയും കുട്ടികളുമാണ്. പിന്നെ അവരൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ അവർ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസുകൾ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിൽ ഏകദേശം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ നാത്തൂമാരാണ് കേട്ടോ. അതൊക്കെ മൂത്താപ്പാൻ്റെ മരുമക്കളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ